തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ആരാധനാലയങ്ങളിലൊന്നാണ്. മഹാവിഷ്ണു ഭഗവാൻ അനന്തശായിയായി കുടികൊള്ളുന്നതാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ഭഗവാന്റെ നാഭിയിൽ നിന്ന് വിരിയുന്ന താമരയിൽ ബ്രഹ്മാവും ഇടത് കൈക്ക് താഴെ ശിവലിംഗവും കാണാം. ഇത് ത്രിമൂർത്തികളുടെ സാന്നിധ്യം സൂചിപ്പിക്കുന്നു. 3 വാതിലുകളിലൂടെയാണ് ഭഗവാനെ ദർശിക്കാൻ കഴിയുക. ഒന്നാമത്തെ വാതിലിലൂടെ മുഖവും, രണ്ടാമത്തെ വാതിലിലൂടെ നാഭിയും, മൂന്നാമത്തെ വാതിലിലൂടെ പാദങ്ങളും ദർശിക്കാം. ക്ഷേത്രത്തിലെ ഭൂഗർഭ നിലവറകളിൽ സൂക്ഷിച്ചിരിക്കുന്ന അമൂല്യമായ നിധിശേഖരം ഈ ക്ഷേത്രത്തെ ലോകപ്രശസ്തമാക്കി. 6 നിലവറകളിൽ എ നിലവറ തുറന്നപ്പോൾ ഏകദേശം 1 ലക്ഷം കോടി രൂപയിലധികം മൂല്യമുള്ള സ്വർണവും രത്നങ്ങളും കണ്ടെത്തി. ബി നിലവറ ഇന്നും തുറന്നിട്ടില്ല. ഈ നിലവറയെക്കുറിച്ച് ഒട്ടനവധി വിശ്വാസങ്ങളും നിഗൂഢതകളും നിലനിൽക്കുന്നു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ തുറക്കുന്നതിനെക്കുറിച്ച് കാലങ്ങളായി നിരവധി വിശ്വാസങ്ങളും ചർച്ചകളും നിലനിൽക്കുന്നുണ്ട്. ബി നിലവറ ദൈവീകമായ ശക്തികളാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണെന്നാണ് പരമ്പരാഗതമായ വിശ്വാസം. ഈ വാതിലിൽ സർപ്പങ്ങളുടെ രൂപം കൊത്തിവച്ചിട്ടുണ്ട്. ഇത് നാഗപാശം അല്ലെങ്കിൽ നാഗബന്ധനം വഴി ബന്ധിക്കപ്പെട്ടിരിക്കുകയാണെന്നും സിദ്ധന്മാരോ യോഗികളോ ഗരുഡമന്ത്രം ഉച്ചരിച്ചു മാത്രമേ ഇത് സുരക്ഷിതമായി തുറക്കാൻ കഴിയൂ എന്നും വിശ്വസിക്കപ്പെടുന്നു. യന്ത്രസഹായത്താലോ മറ്റോ ഈ വാതിൽ ബലമായി തുറക്കാൻ ശ്രമിച്ചാൽ വലിയ പ്രകൃതിക്ഷോഭങ്ങളോ മറ്റു ദുരന്തങ്ങളോ സംഭവിക്കുമെന്ന് ഭക്തരും രാജകുടുംബവും വിശ്വസിക്കുന്നു. ക്ഷേത്രത്തിന്റെ ഐശ്വര്യത്തെയും സുരക്ഷയെയും ഇത് ബാധിക്കുമെന്നാണ് ഭയം. ക്ഷേത്രത്തിലെ മറ്റു നിലവറകൾ തുറന്ന് അതിലെ നിധിശേഖരം കണക്കെടുത്തിരുന്നു. എന്നാൽ ബി നിലവറ തുറക്കുന്ന കാര്യത്തിൽ സുപ്രീം കോടതി അതീവ ജാഗ്രതയാണ് പുലർത്തുന്നത്. വിശ്വാസങ്ങളെ മാനിച്ചുകൊണ്ടും സുരക്ഷാ പ്രശ്നങ്ങൾ കണക്കിലെടുത്തുമാണ് നിലവിൽ ഇത് തുറക്കാതിരിക്കുന്നത്. മുൻപ് ബി നിലവറയുടെ പുറത്തെ വാതിൽ തുറന്നിട്ടുണ്ടെങ്കിലും അതിനുള്ളിലെ പ്രധാന അറ ഇതുവരെ തുറന്നിട്ടില്ലെന്നാണ് പറയപ്പെടുന്നത്. അതിനുള്ളിൽ മറ്റു നിലവറകളേക്കാൾ വലിയ നിധിശേഖരം ഉണ്ടായേക്കാമെന്നും കരുതപ്പെടുന്നു. ചുരുക്കത്തിൽ ബി നിലവറ തുറന്നാൽ എന്ത് സംഭവിക്കുമെന്നത് വിശ്വാസങ്ങളും ശാസ്ത്രീയമായ ആകാംക്ഷകളും കലർന്ന ഒരു വലിയ രഹസ്യമായി ഇന്നും തുടരുന്നു. അതേസമയം 1750-ൽ അണിയം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തന്നെ രാജ്യം മുഴുവൻ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ചു. അതിനുശേഷം തിരുവിതാംകൂർ രാജാക്കന്മാർ പത്മനാഭദാസന്മാർ എന്ന പേരിൽ ഭഗവാന്റെ പ്രതിപുരുഷന്മാരായി രാജ്യം ഭരിച്ചുപോന്നു. കേരളീയ വാസ്തുവിദ്യയുടെയും ദ്രാവിഡ വാസ്തുവിദ്യയുടെയും മനോഹരമായ ഒരു സംഗമമാണ് ഈ ക്ഷേത്രം. ഗോപുരം തമിഴ് ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കാൻ കർശനമായ വേഷവിധാനങ്ങളുണ്ട്. പുരുഷന്മാർ മുണ്ടും സ്ത്രീകൾ സാരിയോ മുണ്ടും നേരിയതോ ധരിക്കേണ്ടതുണ്ട്. മൊബൈൽ ഫോൺ, ക്യാമറ, മറ്റു ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അകത്തനുവദിക്കില്ല. ഇവ സൂക്ഷിക്കാൻ കിഴക്കേ നടയിൽ ലോക്കർ സൗകര്യം ലഭ്യമാണ്. ഹിന്ദുമതവിശ്വാസികൾക്ക് മാത്രമാണ് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശനമുള്ളത്.